നമസ്കാരം. ബ്രേക്ക് ത്രൂ ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 2-3 ക്ലാസ്സുകളായിട്ട് +2 അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് എത്താറായി. ഇനി വളരെ കുറച്ച് ഭാഗം കൂടിയാണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അതിൽ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഇനി നമ്മൾ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളത് അതുവരെ ഉണ്ടാക്കിയ അക്കൗണ്ട്സിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഒമീഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എൻട്രി ഇടേണ്ട എൻട്രി നമ്മൾ ഇട്ടില്ല, മറന്നുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രി ഇടേണ്ട ആവശ്യമായിരുന്നില്ല, നമ്മൾ വെറുതെ കയറ്റിയിട്ടു. ഇത് രണ്ട് സിറ്റുവേഷൻ വന്നാലും നമ്മുടെ അക്കൗണ്ട്സിനെ അത് അഫക്ട് ചെയ്യും. അതായത് റോങ്ലി എൻട്രി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ റോങ്ലി ചെയ്തിട്ടുള്ള എൻട്രീസിനൊക്കെ എടുത്തു കളയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വരില്ല. ഏറ്റവും അവസാനം ആകുമ്പോൾ നമ്മൾ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ ക്ലിയർ ആക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അത് എങ്ങനെ ക്ലിയർ ആക്കും, അതുവരെ അക്കൗണ്ട്സിനെ നമ്മൾ എങ്ങനെ ക്ലിയർ ആക്കും? അപ്പൊ നമ്മൾ സാധാരണ എന്താ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ അതിനെ ചെയ്യാറ്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഇടുന്നത് എവിടെയാണ്, എങ്ങനെയാണ് ഇടുന്നത്, അത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക, ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടില്ല. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ അക്കൗണ്ടിൽ വരുത്താനായിട്ട് സാധിക്കും. അതായത് ഒന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടില് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ രണ്ട് രീതിയിലും നമ്മൾ ചെയ്യും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെ നമ്മുടെ തെറ്റുകൾ തിരുത്താം, ഒമിഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതായത് അരവിന്ദ് ബിനോയ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ട്നേഴ്സ്, ആ രണ്ട് പാർട്ട്നേഴ്സ് കൊണ്ട് അവരുടെ 2010 ഡിസംബർ 31 അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 62,000 രൂപ അരവിന്ദിന്റെയും ബിനോയുടെ 54,000 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റും ലോസും അവർ ഷെയർ ചെയ്യുന്നത് ഈക്വലി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അവരത് ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നിരിക്കുന്ന ഈ ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അവർ പറഞ്ഞിരിക്കുന്നത് after taking into account the profit of the year 2010 and dealing with the drawings. അതായത് ഡ്രോയിങ്സിനെയും പ്രോഫിറ്റിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ആ വർഷത്തെ ഏറ്റവും അവസാനമായപ്പോ എൻഡിങ്ങിൽ അവരുടെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും എന്ത്, ഈ 62,000 രൂപയും 54,000 രൂപയും എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. എന്നിട്ട് പറയാണ് രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ, പ്രോഫിറ്റും ഡ്രോയിങ്സും അവര് കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അതുപോലെ തന്നെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 8,000 രൂപയും 6,000 രൂപയും റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നത്. അപ്പൊ അത് 8,000 രൂപ എന്നുള്ളത് അരവിന്ദിന്റെയും 6,000 രൂപ എന്നുള്ളത് ബിനോയുടെയും ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഇവരെന്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിലെ പ്രോഫിറ്റിനെയും ഡ്രോയിങ്സിനെയും മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6%, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ഉണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 6%, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും 6% ഉണ്ട്. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്, ചാർജ് ഫോർ 6 months പീരീഡ്, അതായത് 6 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള 6 മാസത്തെ പീരീഡിലേക്ക് ഇൻട്രസ്റ്റ് മാത്രമേ അവർ വാങ്ങാറുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാം, പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കമ്മീഷൻ ടു അരവിന്ദന് കമ്മീഷൻ 5,000 രൂപ കൊടുക്കണം. അതുപോലെ തന്നെ സാലറി ടു ബിനോയ് 3,000 രൂപയാണ്. ഇത്ര തന്നിട്ടുള്ളതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അവരെന്താ പ്രോഫിറ്റും അതുപോലെ തന്നെ ഡ്രോയിങ്സും മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഈ പ്രോഫിറ്റും ഡ്രോയിങ്സും കൺസിഡർ ചെയ്തതിന് ശേഷം അവരുടെ ബാലൻസ് എന്ന് പറയുന്നതാണ് ഈ മേലെ തന്നിരിക്കുന്ന എമൗണ്ട്. അപ്പൊ എന്താ തന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഇത് മൂന്നും അവർ കൺസിഡർ ചെയ്തിട്ടില്ല, അവർ ഒമിറ്റ് ചെയ്തു, ഒമിഷൻ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, ഈ ഒരു സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ശരിക്കും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മൾ ജനുവരി 1-ാം തീയതി എന്നാണ് നമ്മുടെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുക. ജനുവരി 1-ാം തീയതി എന്നാണ് നമ്മൾ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഏത് തന്നെ ആയാലും നമ്മൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും ഇൻട്രസ്റ്റ് വാങ്ങുന്നതും ഈ 6% നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസിനെയാണ്. എപ്പോഴും ഓപ്പണിംഗ് ബാലൻസിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, നമുക്ക് തന്നിരിക്കുന്നത് എപ്പോഴും ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ
ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യും? ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ക്ലോസിംഗ് ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഇനി ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലോസിംഗ് ബാലൻസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. മാർക്കർ തെളിയില്ല. നമുക്ക് അടുത്ത മാർക്കർ വരെ ഇഷ്ടം. 62,000 രൂപ നല്ല മാർക്കറാണ്. 62,000 രൂപയും 54,000 രൂപയും. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിനെ ലെസ് ചെയ്ത് കാണിക്കണം. അപ്പൊ പ്രോഫിറ്റ് എമൗണ്ട് 20,000 രൂപ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എമൗണ്ട് 20,000 രൂപ തന്നിട്ടുണ്ട്. അത് ഈക്വലി ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 20,000 ഈക്വലി ആണ് ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ലെസ് ചെയ്യണം. 20,000 രൂപ ലെസ് ചെയ്യണം. 20,000 ആണോ ഡിവൈഡ് ചെയ്യണ്ട ഈക്വലി? അയ്യോ, 20,000 ഈക്വലി ഡിവൈഡ് ചെയ്യണം. 20,000 ഇൻറ്റു 1/2. 20,000 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ 10,000. രണ്ടുപേർക്കും 10,000 വെച്ചിട്ട് നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ആ ഡിവൈഡ് ചെയ്ത എമൗണ്ടിനെ നമുക്ക് ലെസ് ചെയ്ത് കാണിക്കണം. ഇനി അടുത്ത ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 8,000 രൂപയും 6,000 രൂപയും. 8,000 രൂപയും 6,000 രൂപയും. ഇനി ഇത് നമ്മുടെ ഈ പ്രോഫിറ്റ് കുറച്ച് ഡ്രോയിങ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബിഗിനിങ്ങിലത്തെ ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു അത് കിട്ടും. അപ്പൊ നമ്മൾ 60,000 നിന്ന് 10,000 കുറച്ച് 8,000 ആഡ് ചെയ്യണം. അപ്പൊ 60,000 നിന്ന് 10,000 കുറയ്ക്കുമ്പോൾ 52 + 8 60,000. അതുപോലെ തന്നെ 54 നിന്ന് 10 കുറച്ച 44 + 6 50,000. അപ്പൊ അതുവരെ നമുക്ക് കിട്ടി. ഇപ്പൊ എന്താ കിട്ടിയിരിക്കുന്നത്? എന്താ നമ്മുടെ ബിഗിനിങ്ങിലത്തെ ക്യാപിറ്റൽ എത്രയാണോ ആ എമൗണ്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ എമൗണ്ട് എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല, നമ്മളിങ്ങനെ എൻട്രി ഇട്ടിട്ടില്ല. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കണം. അത് നമുക്ക് ഒമിഷൻ വരുത്തിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടേണ്ടതായിട്ടുണ്ട്. അപ്പൊ എമൗണ്ട് നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ടേബിളിൽ തന്നെ കണ്ടുപിടിച്ച് വെക്കാം. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതായത് 60,000 ഇൻറ്റു 6%. അതുപോലെ തന്നെ 50,000 ഇൻറ്റു 6%. അപ്പൊ 6 36 3600. 6 5 30 അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ എമൗണ്ട് നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6%. പക്ഷെ ഫോർ 6 months എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 months എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്രോയിങ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാ? ഈ ഡ്രോയിങ്സ് എമൗണ്ടിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ എമൗണ്ട് തന്നെ ഡ്രോയിങ്സ് കണ്ടുപിടിക്കും, നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രോയിങ്സ് നിന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ 8,000 ഇൻറ്റു 6% ഇൻറ്റു 1/2 ഇൻറ്റു 1/2. അതുപോലെ തന്നെ 6,000 ഇൻറ്റു 6% ഇൻറ്റു 1/2. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതൊരു സംഭവം നമ്മുടെ കഴിഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് തന്നിട്ടുണ്ട്. വേറെ 2 ഒമിഷൻ വരുത്തിയിട്ടുണ്ട്. എന്താ? കമ്മീഷനും സാലറിയും ഒമിഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. എമൗണ്ട് ഒക്കെ കണ്ടുപിടിച്ച് ഫുള്ള് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അതിന്റെ ഫോർമാറ്റ് വരച്ച് അതിലേക്ക് എൻട്രി ഇടുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പൊ നമുക്ക് P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കും, അതിൽ എൻട്രി എങ്ങനെ ഇടുന്നു നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ അക്കൗണ്ട്സിലെ ആവശ്യമായിട്ടുള്ള എമൗണ്ടുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വരുത്തിയിട്ടുള്ള ഒമിഷൻസിനെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് കാണിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുക. ഈ ഒരു 2 കാര്യം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ 4 ഒമിഷൻസ് അല്ലേ നമുക്ക് വന്നിട്ടുള്ള ഏതൊക്കെ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, സാലറി. ഈ 4 ഐറ്റത്തിന് നമ്മൾ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ. അപ്പോ ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് എത്രയാ? 240. അതുപോലെ തന്നെ ബിനോയ് എത്രയാ? 180.
അടുത്ത ഏതാ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ് അല്ലേ, എക്സ്പെൻസ് ആണ്. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അരവിന്ദ് എത്രയാ 3600. അതുപോലെ തന്നെ നമ്മുടെ ബിനോയ് 3000. ഇനി വേറെ രണ്ട് എക്സ്പെൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? കമ്മീഷനും സാലറി, രണ്ടും എക്സ്പെൻസ് തന്നെയാണ്. അപ്പൊ നമ്മൾ അതിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. ടു കമ്മീഷൻ, ടു സാലറി. എമൗണ്ട് എത്രയാ? കമ്മീഷൻ 5000, സാലറി 3000. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഈ സൈഡിലായിരിക്കും കൂടുതൽ വരിക, കാരണം ഇവിടെ രണ്ട് ചെറിയ എമൗണ്ടുകളുള്ള ഈ സൈഡിലായിരിക്കും കൂടുതൽ വരിക. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 14600 കിട്ടും. രണ്ട് സൈഡിലും 14600 എന്ന് തന്നെ എഴുതുന്നു, 14600 എന്ന് തന്നെ എഴുതുന്നു. എന്നിട്ട് ഈ 14600-ൽ നിന്ന് 240-ഉം 180-ഉം കുറച്ചിട്ട് നമുക്കൊരു ഫിഗർ കിട്ടും. ആ ഫിഗർ ആണ് നമ്മുടെ ഇതിലെ ലോസ്. നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലോസ്, കാരണം ഈ സൈഡിൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ ലോസ് ആണെന്ന് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ലോസ് എമൗണ്ട് എത്രയാ? 14180 ആണ് അവിടെ ലോസ് വരിക. നമുക്ക് ഇതിന്റെ ഔട്ടർ കോളത്തിൽ 14180-ഉം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും പാർട്ട്നേഴ്സ് ഈക്വലി അതിനെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ലോസിന് എന്ത് ചെയ്യണം? അരവിന്ദ് പകുതി, ബിനോയ് പകുതി. ഓക്കെ, അരവിന്ദും ബിനോയും പകുതിയായിട്ട് അതിനെ ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ ഇനി ഇതിലത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾക്ക് നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും അതിന്റെ അഫക്റ്റ് നമുക്ക് കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എനിക്ക് കൊണ്ടുവന്നതിന് ബാലൻസ് നമ്മുടെ ഫിഗർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടില്ലേ? ബൈ ബാലൻസ് എത്രയാ? ബൈ ബാലൻസ് carried down, by balance brought down എത്രയാ? അരവിന്ദും ബിനോയും. ഞാൻ രണ്ടുപേരുടെ അക്കൗണ്ട് ഒരു ലെഡ്ജറിൽ തന്നെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ അരവിന്ദിന്റെ 62000, അതുപോലെ തന്നെ ബിനോയ് 54000. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിന്റെ ഐറ്റംസിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ, അപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇവിടെ 2 ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അവിടേക്ക് പോകുമ്പോൾ അതിനെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലെ. അപ്പോ ബൈ പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റില് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3600-ഉം 3000. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് കമ്മീഷനും സാലറിയാണ്. വീണ്ടും ബൈ പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് കമ്മീഷൻ ആയിട്ടുള്ളത് ആർക്കുള്ളതാണ്? കമ്മീഷൻ അരവിന്ദിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അരവിന്ദിന് കമ്മീഷൻ ആയിട്ട് 5000. അതുപോലെ തന്നെ ബൈ പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് സാലറി ആർക്ക് മാത്രമേ ഉള്ളൂ? ബിനോയ്ക്ക് മാത്രമാണ് സാലറി ഉള്ളൂ. അപ്പൊ ബിനോയുടെ കോളത്തിൽ മാത്രം 3000 കാണിക്കാം. 3000. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡാണ് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോ ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അരവിന്ദ് 240, അതുപോലെ തന്നെ ബിനോയ് 180. അപ്പൊ അത് കൊടുത്തു. ഇനി ഈ ലോസും നമ്മുടെ അക്കൗണ്ടില് കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. ടു പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ലോസ് എത്രയാണ്? 7090. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. അതായത് ടു ബാലൻസ് carried down. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ എന്തായിരുന്നു?
ഇതായിരുന്നു നമ്മുടെ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഇത്രയാണ് എന്നാണ് നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിൽ ഇത്ര സാധനങ്ങൾ ഒമിഷൻ വന്ന കാരണം വീണ്ടും നമ്മൾ അതിനെ എൻട്രി ഇടുന്നു. എൻട്രി ഇട്ടതിന് ശേഷം അതിന്റെ ബാലൻസ് കറക്റ്റ് ഇപ്പോൾ ഉള്ള ബാലൻസ് എന്ന് പറയുന്നത് അരവിന്ദിന് 63,720 അതുപോലെ തന്നെ ബിനോയ്ക്ക് 52,730 ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്യാപിറ്റല് എന്തെങ്കിലും ഒമിഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ഈ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ വേറൊരു മെത്തേഡ് പരിചയപ്പെടുത്തും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ